ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസത്തിൻ്റെയും അതേപോലെ തന്നെ നല്ല മഴയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെയും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് വന്നിട്ട് 1 kg വെയിറ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കേക്കാണ് കേട്ടോ എനിക്ക് ഈ ഒരു മഴ സമയത്ത് പണി തന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഡെക്കറേഷനേ അല്ലായിരുന്നു കസ്റ്റമറുടെ കയ്യിൽ കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്ത ഡിസൈനും അതേപോലെ തന്നെ കസ്റ്റമറിന് കൊടുത്ത ഡിസൈനും എല്ലാം ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമ്മളത്തെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് ഷേപ്പ് വേണം, ഒരു റെഡ് ആൻഡ് വൈറ്റ് തീം വേണം എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് താഴെ ബോർഡർ മാത്രം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ളൊരു റെഡ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പെട്ടെന്നാണ് കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമേ എനിക്ക് ആകെ 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. ഓർഡർ ഫസ്റ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണ് ഒരു 3 ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു കേക്ക് ഓർഡറെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് 1 kg വെയിറ്റ് വന്നിട്ടുള്ള ഒരു വാനില കേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറായിരുന്നു റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡെക്കറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. റൗണ്ട് കേക്കിൽ ചെയ്തിട്ട് ടോപ്പിൽ റോസറ്റയിൽ ഒരു ഹാർട്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മുന്നേ ഞാനൊരു ഡിസൈൻസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റൂബി കളർ വെച്ചിട്ടാണ് അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടുന്ന സമയത്ത് ആ ഒരു കളർ എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ നോർമൽ റെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ബട്ടർഫ്ലൈയും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ബാക്കിയെല്ലാം ആ ഒരു കേക്കിൽ സെയിം ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് താഴെ ബോർഡറും ഒക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് 1 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനായിരുന്നു, ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വന്നിട്ടുള്ള ഒരു വാനില കേക്കായിരുന്നു. അപ്പോൾ അതിൽ കസ്റ്റമർ ഡിസൈൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം 8 ഇഞ്ചിലൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഞാൻ 7 ഇഞ്ച് പാനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ലെയറായിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നും പറയാഞ്ഞതുകൊണ്ട് തന്നെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഈ ഒരു കേക്കും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ട് ലേസ് വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു 1/2 kg വെയിറ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു 1/2 kg കേക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ ഞാൻ ആ ഒരു കൂട്ടത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിലും ലീവ്സ് വരച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റോസിൻ്റെ ഈ ഒരു ഓറഞ്ച് കളർ വീണ്ടും ബാലൻസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ 1/2 kg ഡെക്കറേഷനും ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ടൊരു വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തതിന് ശേഷം ഹാർട്ട് ഷേപ്പ് കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ റോസ് ഫ്ലവറൊക്കെ കൊടുത്തു. താഴെ ബോർഡറായിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒരു റെഡ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം മിക്ക കേക്കുകളിലും റോസ് ഫ്ലവർ കാണുന്നത് നമ്മൾ ഫ്ലവർ നെയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം മിക്ക കേക്കുകളിലും ഈ ഒരു റോസ് ഫ്ലവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കല്ല, കുറച്ച് 2-3 കേക്ക് ഒന്നിച്ചിട്ടാണ് ഞാൻ ആ ഒരു സമയം കൊണ്ടുപോയത്. 2 വീലറിലാണ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മുകളിലുള്ള ആ ഒരു ക്രീം കംപ്ലീറ്റ്, ആ ഒരു ഫ്ലവറിൻ്റെ ക്രീം കംപ്ലീറ്റ് നമ്മുടെ ബോക്സിനകത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കസ്റ്റമറിന് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കേക്ക് കസ്റ്റമർ നമ്മളെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കേക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ബോക്സ് തുറന്ന് നോക്കിയ സമയത്തായിരുന്നു കേട്ടോ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ഞാൻ കസ്റ്റമർ കൊടുത്തിട്ടുണ്ടായിരുന്ന പിക്ചർ ഞാൻ ഈ ഒരു
ഡിസൈനിന് ശേഷം ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെയാണ് കേട്ടോ, കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആ ഒരു കംപ്ലീറ്റ് ക്രീം മാറ്റിയിട്ട് അവിടെ ഇതേപോലെ ചെറിയ റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഡിസൈനും ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.